ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗായിട്ടാണ് കേട്ടോ. ഞാനിതിൽ ലഞ്ച് പ്രിപ്പറേഷൻ ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം ഒരുപാട് നാളായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണല്ലോ. ഒത്തിരി നാളായി വീട്ടിൽ തന്നെ ഫുഡാണ് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ചേഞ്ച് ആവട്ടെ വിചാരിച്ച് വീക്കെൻഡ് ആയപ്പോഴത്തേക്കും നമ്മൾ ഇന്ന് ലഞ്ച് പുറത്തുനിന്ന് ഓർഡർ ചെയ്യുക ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിനകത്ത് സ്പെഷ്യലി കാണിക്കാനായിട്ടൊന്നുമില്ല. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. തലേദിവസം നൈറ്റിലെ കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. കാരണം നമ്മൾ ഈ വ്ലോഗ് എടുക്കുന്ന അന്ന് വൈകിട്ട് അപ്പമാണ് ഡിന്നറിന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് അരി വെള്ളത്തിലിടണമായിരുന്നു. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ള ഒരു ടൈമും വ്യൂവും ഒക്കെയാണ് കേട്ടോ ഇത്. എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുൻപായിട്ട് എഴുന്നേറ്റ് വളരെ ക്വയറ്റായിട്ടുള്ള ഒരു സമയത്ത് ഈ ഒരു ഓറഞ്ച് കളർ ഇങ്ങനെ സ്കൈയിൽ കാണുക എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടമുള്ള ഒരു ടൈമാണ്. നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്ന അരി ഒന്ന് ആട്ടി വെക്കുന്നുണ്ട്. അങ്ങനെ രാവിലെ തന്നെ ആട്ടി വെക്കുകയാണെങ്കിൽ വൈകിട്ടാവുമ്പോഴത്തേക്കിനും അതിൻ്റെ ഒരു ബാറ്റർ കറക്റ്റ് ആയിട്ടുണ്ടാവും. ഞാൻ മുൻപൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിൽ എനിക്ക് കിട്ടുന്ന ഈ നാരങ്ങയുടെയൊക്കെ അരിയൊക്കെ മണ്ണിൽ കുഴിച്ചിടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുഴിച്ചിട്ടിട്ട് വളർന്നു വന്നിട്ടുള്ള ഒരു ചെടിയാണ് കേട്ടോ ഇത്. അതേപോലെ തന്നെ ഞാൻ രാവിലെ കുറച്ച് ഐസ്ക്രീമും കൂടെ റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇത് ശരിക്കും തലേദിവസം വൈകിട്ട് തന്നെ ചെയ്ത് വെക്കണം എന്ന് വിചാരിച്ചത്. പക്ഷെ എനിക്ക് സമയം കിട്ടിയില്ല. പിന്നെ മടിയൊക്കെ ആയിരുന്നു. അങ്ങനെ അങ്ങ് പോയി. കാരണം ഞാൻ ആമയ്ക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു വീക്കെൻഡ് ആകുമ്പോഴത്തേക്കിനും ഐസ്ക്രീം ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അപ്പോൾ കുറച്ച് വാനില ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നുമില്ല. കുറച്ച് ഒരു ദിവസത്തേക്കിന് ഒരു സമയത്തേക്കിന് എടുക്കാനുള്ള അത്ര ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഫ്രീസറിൽ വെച്ചാൽ കുറേ നേരം കഴിയുമ്പോൾ അത് ആവശ്യത്തിനൊന്ന് സെറ്റായി കിട്ടുമല്ലോ. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കുട്ടികൾക്ക് മെയിൻലി ഇഷ്ടമായിട്ടുള്ള പാൻ കേക്ക് ഉണ്ടാക്കുന്നത്. മെയിൻലി ഞാൻ ഈ പാൻ കേക്ക് തന്നെ സെലക്ട് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഇതിൻ്റെ വീഡിയോ മുൻപ് ഇട്ടപ്പോഴത്തേക്കിനും അതിൽ എഗ് ഇല്ല, അതൊരു എഗ്ലെസ് പാൻ കേക്ക് ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ എൻ്റെ അടുത്ത് അത് ട്രൈ ചെയ്ത് നോക്കി, ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയ റെസിപ്പിയാണ് അത്. അതിൽ ട്രൈ ചെയ്തതിൽ തന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ എഗ്ഗ് ആഡ് ചെയ്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, കാരണം കുട്ടികൾ എഗ്ഗ് കഴിക്കുന്നില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ പാൻ കേക്ക് ഒക്കെ ആകുമ്പോൾ അവർക്ക് ഇഷ്ടമാവും, അങ്ങനെ എഗ്ഗ് ആഡ് ചെയ്ത് കൊടുത്താൽ അല്ലെങ്കിൽ ഇത് ആഡ് ചെയ്താൽ കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കി. എഗ്ഗൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു കുഴപ്പമില്ല, അങ്ങനെ വ്യത്യാസമൊന്നും വരത്തില്ല. നമ്മൾ സാധാരണ പാൻ കേക്ക് ഈ റവ വെച്ചിട്ട് പാൻ കേക്ക് ഉണ്ടാക്കുമ്പം എങ്ങനെ വരുമോ അതുപോലെ തന്നെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ അതിനോടൊപ്പം ഞാൻ കുറച്ച് ലഡു ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ബേസൻ കൊണ്ട് ലഡു ഉണ്ടാക്കത്തില്ലേ, അതിന് വേണ്ടിയിട്ട് കുറച്ച് ബേസനും റെഡിയാക്കിയിട്ട് അതും വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ചൂടൊന്ന് മാറി കഴിയുമ്പോഴത്തേക്കിനും അതൊന്ന് നമുക്ക് ലഡു ആക്കിയെടുക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നിപ്പം ലഞ്ചിൻ്റെ പണിയൊന്നും ഇല്ലാത്ത കാരണം കുറച്ച് ടൈം ഫ്രീ ആണല്ലോ. അപ്പോൾ ആ ടൈമിൽ ഇത് ശരിക്കും ഒരു DIY ആയിട്ട് ഞാനൊരു നമ്മുടെ പ്ലാന്റ് പോട്ടിന് ഒരു ഹാങ്കർ ഉണ്ടാക്കുക. കാരണം ഇവിടെ നമുക്ക് ബാൽക്കണി ആയിട്ട് അങ്ങനെ ഇറങ്ങി നിൽക്കാനും മാത്രമുള്ള സ്പേസ് ഒന്നുമില്ല. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ചട്ടികൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് താഴെയായിട്ട് വെക്കാൻ പറ്റില്ല. ഒരു പ്രത്യേക രീതിയിലാണ് നമ്മുടെ ബാൽക്കണിയുടെ സ്ഥലം എന്ന് പറയുന്നത്, വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ തൂക്കിയിടാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അകത്ത് നിന്നുകൊണ്ട് തന്നെ വെള്ളം ഒഴിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് നമ്മളുടെ ഹാങ്കറില്ലേ, ലോണ്ടറിയിൽ നിന്ന് കിട്ടുന്ന ഹാങ്കർ, അതിനെ ഒന്ന് വളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ വളഞ്ഞിരിക്കുന്ന ഭാഗം കീപ്പ് ചെയ്തിട്ട് താഴെ ഭാഗം ഒന്ന് വളച്ചൊന്ന് റൗണ്ട് ചെയ്തൊക്കെ എടുത്താൽ നമുക്കൊരു റൗണ്ട് ഷേപ്പ് കിട്ടും. ആ റൗണ്ട് ഷേപ്പിലേക്ക് ചെറിയ പോട്ട്, ഒരുവിധം മീഡിയം സൈസിലുള്ള പോട്ട് വരെ ഇറക്കി വെക്കാം. അങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൂക്കിയിടാനായിട്ട് പറ്റും. കണ്ട ഇതേപോലെയുള്ള ആ കമ്പിയിൽ നമുക്കിങ്ങനെ തൂക്കിയിടാനായിട്ട് പറ്റും. കുറച്ച് ലഡു വേണമായിരുന്നേ, അപ്പോൾ ആ ലഡു ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. ആ ടൈം ആയപ്പോഴത്തേക്കിനും നമ്മൾ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാധനവും വന്നു. കാരണം ഇപ്പം കൂടുതലും ഓൺലൈൻ ഡെലിവറി തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ലഞ്ചൊക്കെ കഴിഞ്ഞു. ആ ടൈം ആയപ്പോഴത്തേക്കിനും ഐസ്ക്രീം അങ്ങനെ കംപ്ലീറ്റ്ലി സെറ്റായൊന്നുമില്ല. പക്ഷേങ്കിൽ കുഴപ്പമില്ല, കുട്ടികൾക്ക് കഴിക്കാനൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരുപാട് തണുപ്പ് വേണമെന്നില്ല. പിന്നെ ഇവിടെ ആണെങ്കിലും അങ്ങനെ കുറച്ച് അതൊരു സിൽക്കി സ്മൂത്തായിട്ടിരിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ ഭയങ്കര ഐസായിട്ട് ഇങ്ങനെ നമുക്ക് പൊട്ടിക്കാൻ പറ്റാത്ത രീതിയിൽ ഇരിക്കുന്നതിനകത്ത് ആർക്കും താല്പര്യമില്ല. അങ്ങനെ ഇരുന്നാലും അത് കുറേ നേരം വെച്ച് കുറച്ചും കൂടെ ഒന്ന് അലിയിപ്പിച്ചതിന് ശേഷമാണ് സാധാരണ കഴിക്കാറുള്ളത്. അപ്പോൾ ആമിക്ക് കഴിക്കാനുള്ള പാകമായിട്ടുണ്ട്. Just move this part straight. And then break.
leave it. It's okay. Yeah. Okay. I like. അതേപോലെ പിന്നെ ഉണ്ടായിരുന്നൊരു വർക്ക് എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു DIY ഒരു ഷോ പീസായിരുന്നു. ഇതിനകത്ത് കുറച്ച് ബീഡ്സും പിന്നെ അതുപോലെ തന്നെ സിൽവറിൻ്റെ നമ്മളുടെ അലുമിനിയം ഫോയിലില്ലേ അതൊക്കെ അങ്ങനെ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ താഴെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ താഴെ വെച്ചത് കുട്ടികൾ കളിച്ചപ്പോഴത്തേനും 2-3 പ്രാവശ്യം അത് മറിഞ്ഞ് താഴെ വീണ് അങ്ങനെ താഴെ വീണിട്ട് അതിൻ്റെ ആ ഒരു ബീഡ്സ് മാത്രം പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഗ്ലൂ ഗണ്ണും കൊണ്ട് ഒന്നും കൂടെ ഫിക്സ് ചെയ്ത് വെക്കും. അതുപോലെ അതിൻ്റെ താഴെ അതിൻ്റെ പൊസിഷൻ മാറ്റിയിട്ട് മുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പാത്രം കഴുകുന്ന സ്പോഞ്ചിൽ ഒരുപാട് ജേംസ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ നമ്മുടെ തുണി കഴുകുന്ന ഈ വാഷിംഗ് മെഷീനിലും നമ്മൾ കാണാത്ത കുറേ ജേംസ് ഉണ്ടാകും. അപ്പോൾ അതെങ്ങനെ ക്ലീൻ ചെയ്യും എന്നുള്ളതിന് ഒന്നെങ്കിൽ നമുക്ക് ഈ വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയുള്ള ഒരു പൗഡർ അവൈലബിൾ ആയിട്ട് കിട്ടും മാർക്കറ്റിൽ. ഒന്നെങ്കിൽ അത് നമ്മൾ മന്ത്ലി വൺസ് എങ്കിലും യൂസ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ഇട്ടാലും മതി കേട്ടോ. ഒരു 1 ടേബിൾ സ്പൂൺ ഒക്കെ ഇട്ടിട്ട് വേറെ തുണികളൊന്നും ഇല്ലാതെ എംറ്റി ആയിട്ടൊന്ന് റൺ ചെയ്താലും വാഷിംഗ് മെഷീൻ ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പം അതും ഞാനൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഡിന്നറിന് അപ്പത്തിൻ്റെ മാവിരിപ്പുണ്ട്. ഇനിയിപ്പം ബീഫും കൂടെ ഉണ്ടാക്കിയെടുത്താൽ മതി. ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചീനച്ചട്ടിയിലേക്ക് സവാള വഴറ്റി അതിലേക്ക് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞ് അതൊന്നൊക്കെ നല്ലതുപോലെ മൂത്ത് വരുമ്പോഴത്തേക്കിനും വേവിച്ച് വെച്ചേക്കുന്ന ബീഫും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് അതിന് മുകളിൽ നല്ലതുപോലെ വഴഞ്ഞൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കിനാണ് നമ്മൾ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഒക്കെ ഇട്ടെടുക്കുന്നത്. നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചേക്കുന്ന ബീഫിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ഉള്ളിയും കൂടെ മൂപ്പിച്ചെടുക്കുന്നുണ്ട് ആ കറിയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്.
ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ ഇന്നത്തെ ഡേ ഇവിടെ തീരുവാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. കാണുന്നത് വരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.